നമസ്കാരം. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം ഉയർച്ച താഴ്ചകളുടേതായിരുന്നു. ആദ്യ 5 വർഷത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ അദ്ദേഹം അകപ്പെട്ടുവെങ്കിലും അതിൽ നിന്ന് അതിവിദഗ്ധമായി തന്നെ തലയൂരിയാണ് മുന്നോട്ട് പോയത്. എന്നാൽ 2011 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ അദ്ദേഹം ഒരു രാജാവിനെ പോലെ കേരളം വാഴുകയാണ് ഉണ്ടായത്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയന്റെ ഒരു സ്വേച്ഛാധിപത്യ ഭരണമെന്ന് പറയാം. തനിക്ക് ഇഷ്ടമില്ലാത്തവരെ ജയിലഴികൾക്കുള്ളിൽ അടച്ചും തനിക്ക് താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുമൊക്കെ അദ്ദേഹം മുന്നോട്ട് വരുമ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ വർഷം നടക്കുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം മുതൽ പിണറായി വിജയന്റെ ശനിദശ തുടങ്ങി എന്ന് പറയാം. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷമാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും പിണറായി വിജയൻ എന്ന അഴിമതിക്കാരനും വെളിപ്പെടുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വരവ് ചെലവ് കണക്കുകളുടെ ചുവട് പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെ CPM വേണ്ടപ്പെട്ട നിരവധി പേർ ജയിലഴിക്കുള്ളിലായി. അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പത്മകുമാർ. കോന്നിയിൽ നിന്നും CPM MLA ആയിരുന്ന പത്മകുമാർ നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്നു. പത്മകുമാർ ഈ കേസിൽ അറസ്റ്റിലാകുന്നതോടെ CPM പിണറായി വിജയനും വലിയ ഒരു പ്രതിസന്ധിയിലായി. പത്മകുമാർ അറസ്റ്റിലായെങ്കിലും അദ്ദേഹത്തെ പുറത്താക്കാൻ CPM തയ്യാറായില്ല. ഇപ്പോഴിതാ ഈ ഭരണം ഒഴിഞ്ഞു, പിണറായി വിജയന് തോൽവി സംഭവിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം അയ്യപ്പൻ്റെ ശാപം എന്നോണം പിണറായി വിജയൻ ഓരോരോ ദുർവിധികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മകൾ വീണയെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് അതേ ദിവസങ്ങളിൽ ഇതാ വേറൊരു പുതിയ വാർത്ത കൂടി വരികയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ 8ാം പ്രതിയുമായിട്ടുള്ള പത്മകുമാർ തൻ്റെ ആത്മകഥ എഴുതാൻ പോകുന്നു. താൻ ദൈവതുല്യരായി കരുതിയവരൊന്നും ശരിയായിരുന്നില്ല എന്ന് നേരത്തെ തന്നെ തുറന്നടിച്ചിട്ടുള്ള ആളാണ് പത്മകുമാർ. നമുക്കറിയാം പത്മകുമാർ എങ്ങനെയാണ് ഈ കേസിലേക്ക് വന്നു ചേർന്നത്. പത്മകുമാർ ഈ ആത്മകഥയിലൂടെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനുള്ള രേഖകളൊക്കെ തന്നെ തൻ്റെ കൈവശം ഉണ്ടെന്നാണ് പത്മകുമാർ പറയുന്നത്. അത് നേരത്തെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. എനിക്ക് ഈ സ്വർണ്ണമോഷണവുമായി യാതൊരു ബന്ധവുമില്ല, ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല, എനിക്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്ത ബന്ധമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും SIT അദ്ദേഹത്തെ 8ാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 90 ദിവസമാണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്. കഴിഞ്ഞ മാർച്ച് 4-നാണ് പത്മകുമാർ ജയിലിന് പുറത്തു വന്നത്. അതിനുശേഷം അദ്ദേഹം ചെയ്ത ആദ്യ പ്രവൃത്തി CPM മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി വന്നപ്പോൾ അത് പുതുക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു. തനിക്കിനി CPM മെമ്പർഷിപ്പ് ആവശ്യമില്ല എന്നാണ് തൻ്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു നിലവിൽ പത്മകുമാർ. ഈ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പത്മകുമാർ ഈ ഘടകത്തിൽ തന്നെയാണ് മെമ്പർഷിപ്പ് പുതുക്കേണ്ടിയിരുന്നത്. ഈ മെയ് മാസത്തിൽ ആയിരുന്നു ഈ മെമ്പർഷിപ്പിൻ്റെ സ്ക്രൂട്ടണിക്കുള്ള അപേക്ഷ വയ്ക്കേണ്ടിയിരുന്നത്. എന്നാൽ പത്മകുമാർ തൻ്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നതിനുള്ള അപേക്ഷ നൽകിയിട്ടില്ല. അത് കാരണം തന്നെ പത്മകുമാർ ഇപ്പോൾ നിലവിൽ സാങ്കേതികമായി പാർട്ടിക്ക് പുറത്താണ്. അദ്ദേഹത്തിനെതിരെ ഇനി നടപടിയെടുക്കാനും പാർട്ടിക്ക് കഴിയില്ല. കാരണം ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ ഇല്ലാത്തയാളാണ്. പാർട്ടിക്ക് വെളിയിൽ വന്നതിന് ശേഷമാണ് താൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നാണ് പത്മകുമാർ പറയുന്നത്. എന്താണെങ്കിലും അദ്ദേഹം എഴുതാൻ പോകുന്ന ആത്മകഥയ്ക്ക് പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. നമുക്കറിയാം ഇത് ആത്മകഥകളുടെ കാലമാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായിരുന്ന സ്വപ്ന സുരേഷിൻ്റെയൊക്കെ ആത്മകഥ ചൂടപ്പം പോലെ വിറ്റുപോയ ഒരു കാലമുണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ പത്മകുമാറിന് പറയാനുണ്ട്. അദ്ദേഹം ഒരു മാധ്യമങ്ങളെയും കാണുന്നില്ല. പത്മകുമാർ പാർട്ടി വിട്ടു എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം മറുനാടനാണ് ബ്രേക്ക് ചെയ്തത്. ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു എബ്രഹാമിനെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ഈ വാർത്ത സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇത്തവണ പത്തനംതിട്ട ജില്ലയിൽ നിന്നും പുതുക്കി വിട്ട മെമ്പർഷിപ്പുകളുടെ AKG സെൻറ്ററിലെത്തിയ കണക്കിൽ പത്മകുമാറിൻ്റെ പേരില്ല. താൻ പാർട്ടി വിട്ടു എന്ന് അദ്ദേഹം അടുത്ത ആൾക്കാരോട് അസംതൃപ്തമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇനി എന്തൊക്കെയാകും പത്മകുമാർ വിളിച്ചു പറയാൻ പോവുക? 2018 യുവതീ പ്രവേശന കാലത്ത് പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. നമുക്കെല്ലാം അറിവുള്ളതുപോലെ നിരവധി വനിതാ ആക്ടിവിസ്റ്റുകളെ ഇരുളിൻ്റെ മറവിലും പോലീസുകാരുടെ സംരക്ഷണയിലും വേഷം മാറിയും ഒക്കെ ഈ ശബരിമല ക്ഷേത്രത്തിനുള്ളിൽ ദർശനത്തിന് എത്തിക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചു. അതിന് പോലീസ് വിടുപണി ചെയ്തു കൊടുത്തു. പിന്നീട് ഇതേ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ നടയുടെ മുന്നിൽ, അയ്യപ്പ ക്ഷേത്ര നടയുടെ മുന്നിൽ വന്ന് നിന്ന് കരയുന്നത് നമ്മൾ കണ്ടു. ബിന്ദു അമ്മിണിയെ പോലെയുള്ള, കനകദുർഗയെ പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെ
ഇതിനു വേണ്ടി ശ്രമിച്ചു. അവരൊക്കെ തന്നെ അവസാനം നാട്ടുകാരുടെ മുഴുവൻ ശാപവും ഏറ്റുവാങ്ങി സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ഇപ്പോൾ എവിടെയോ കാണാൻ മറയത്താണ്. ഇവർക്കാർക്കും പാർട്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഒരു സംരക്ഷണവും ഒരുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൊക്കെ ഖേദകരമായ വസ്തുത. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ യുവതീ പ്രവേശന വിധി വരുന്നത്. സുപ്രീം കോടതിയുടെ യുവതികൾക്ക് ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്താം എന്നതിനെക്കുറിച്ച്. എന്നാൽ പത്മകുമാർ ഈ വിധിക്ക് അനുകൂലമായിരുന്നില്ല ഒരിക്കലും. ഇതോടുകൂടിയാണ് പത്മകുമാറും പിണറായി വിജയനും തമ്മിൽ തെറ്റിപ്പോയതെന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. VS പിണറായി പക്ഷങ്ങളുടെ ഒരു വടംവലി നടക്കുന്ന കാലത്ത് അറിയപ്പെടുന്ന പിണറായി പക്ഷക്കാരനായിരുന്നു പത്മകുമാർ. പത്തനംതിട്ട ജില്ലയിൽ VS പക്ഷത്തിന്റെ കുത്തകയായിരുന്ന സ്ഥലത്ത് ആകപ്പാടെ പിണറായിക്ക് ഒരു ആശ്വാസമായി ഉണ്ടായിരുന്ന പത്മകുമാർ ആയിരുന്നു. പത്മകുമാർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ പത്മകുമാരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലെ ഒരു ഉന്നത സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തത്. എന്നാൽ ഈ 2018 യുവതീ പ്രവേശനത്തിൽ തൻ്റെ അഭിപ്രായം അദ്ദേഹം തുറന്നു പറഞ്ഞു. തനിക്ക് യുവതീ പ്രവേശനത്തോട് യോജിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായം അന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അതോടെ പിണറായി വിജയനും പത്മകുമാറും തമ്മിലുള്ള ഒരു അകൽച്ചയും ഉണ്ടായി. പിന്നീട് പടിപടിയായി പാർട്ടിക്കുള്ളിൽ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞ് പലപ്പോഴും അദ്ദേഹം അനഭിമതരായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോഴും എന്തുകൊണ്ടോ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല. കഴിഞ്ഞ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രിയായിരുന്ന വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയപ്പോൾ പത്മകുമാർ അതിനെതിരെ ആഞ്ഞടിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. അന്ന് വീട്ടിലെത്തിയാണ് ജില്ലാ സെക്രട്ടറിയായ രാജു എബ്രഹാം അദ്ദേഹത്തെ അനുനയിപ്പിച്ചത്. പിന്നീട് അദ്ദേഹം BJPയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ശ്രുതിയുണ്ടായി. കുറെ BJP നേതാക്കൾ അദ്ദേഹത്തെ വീട്ടിൽ സന്ദർശിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞത് SDPIയിൽ പോയാലും താൻ BJPയിൽ പോകില്ല എന്നായിരുന്നു. എന്താണെങ്കിലും അതിനുശേഷം അദ്ദേഹത്തിന് ഈ വീണ ജോർജിനെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയായിരുന്നു. ആ സമയത്താണ് സ്വർണ്ണക്കൊള്ളയിലെ കേസിൽ പ്രതിയായിട്ട് അദ്ദേഹം അറസ്റ്റിലാകുന്നതും ജയിലിൽ പോകുന്നതും. എല്ലാ രേഖകളും പത്മകുമാറിൻ്റെ കൈവശമുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അവിഹിത ഇടപാടിൽ തൻ്റെ കൈകൊണ്ട് ഒരു നോട്ട്സ് പോലും എഴുതിയിട്ടില്ല എന്നാണ് പത്മകുമാർ പറയുന്നത്. ആ രേഖകൾ മുഴുവൻ തൻ്റെ കൈവശമുണ്ട്, തൻ്റെ കൈയക്ഷരമല്ല എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹം SITയോടും പറഞ്ഞത്. പക്ഷേ പത്മകുമാർ അകത്തു പോകണമെന്നത് ആരുടെയോ അജണ്ടയായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ ഉറപ്പിച്ചു പറയുന്നത്. ഇനി പത്മകുമാറിനെ എന്തുകൊണ്ട് CPM പുറത്താക്കിയില്ല? ഇത്രയും വലിയ ഒരു സ്വർണ്ണമോഷണ കേസ്, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം പോലും നഷ്ടമാകത്തക്ക തരത്തിലേക്ക് CPMനെ ബാധിച്ചിട്ടും എന്തുകൊണ്ടാവും പത്മകുമാറിനെ സംസ്ഥാന നേതൃത്വം പുറത്താക്കാതിരുന്നത്? അന്ന് മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനോട് ചോദിച്ചത് പത്മകുമാർ തെറ്റ് ചെയ്തുവെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടണം, അതിനുശേഷമേ ഞങ്ങൾ പുറത്താക്കൂ എന്നാണ്. എന്തായാലും ഇതുവരെ പാർട്ടിക്ക് അങ്ങനെ ഒരു ബോധ്യം വന്നിട്ടില്ല എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. എന്നാൽ പാർട്ടി അധികം ബുദ്ധിമുട്ടിക്കാതെ അദ്ദേഹം തന്നെ സ്വയം മെമ്പർഷിപ്പിൽ നിന്നും ഒഴിയുകയാണ്. പുറത്തായ പത്മകുമാർ അതിശക്തനായിരിക്കും. അദ്ദേഹം ഇനി എന്തൊക്കെയാണ് തൻ്റെ ആത്മകഥയിൽ എഴുതാൻ പോകുന്നത് എന്നുള്ളതാണ്. എവിടൊക്കെ രഹസ്യ ഇടപാടുകൾ നടന്നു, ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്, ആരൊക്കെയാകും തന്നെ ഒറ്റിയത്, ഇങ്ങനെ വരുമ്പോൾ നിരവധി തലകൾ ഉരുളാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയന് ഇത് കഷ്ടകാലമാണ്. കാരണം അദ്ദേഹം ഭരണനഷ്ടമുണ്ടാകുന്നു, പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്ക് വരുന്നു. ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് തന്നെ പാർട്ടി അംഗങ്ങൾ പറയുന്നു. MLA സ്ഥാനം പോലും രാജിവെച്ചോണം, തന്നെ മേലാൽ ഈ ഭാഗത്ത് കണ്ടുപോയേക്കരുത് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ വരെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് മകൾ വീണയ്ക്ക് നേരെ EDയുടെ റെയ്ഡ് ഉണ്ടാകുന്നത്, EDയുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒക്കെ ഉപരിയായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ വളരെയധികം സംഘടിത ആക്രമണം നടക്കുന്നു. ഇങ്ങനെ എല്ലാ ചുറ്റിൽ നിന്നും അദ്ദേഹം കൂട്ടുപിടിച്ചവരൊക്കെ തന്നെ കാലിടറി വീണു. വെള്ളാപ്പള്ളി നടേശൻ പോലും അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഈ തരുണത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വെള്ളാപ്പള്ളി നടേശനായിരുന്നു അദ്ദേഹത്തിന് തുണയായി നിന്നത്. ആഗോള അയ്യപ്പ സംഗമം പോലുള്ള പരിഹാരക്രിയ നടത്തിയിട്ടും പിണറായി വിജയന് തൻ്റെ ദോഷങ്ങൾ മാറുന്നില്ല, ശനി ദോഷങ്ങൾ മാറുന്നില്ല. അതിനിടയിലാണ് അയ്യപ്പനെ ആരാധിക്കുന്ന, അയ്യപ്പൻ്റെ ഉറക്കുപാട്ട് എഴുതിയെന്ന് അവകാശപ്പെടുന്ന കോണകത്ത് ജാനകി അമ്മയുടെ ചെറുമകനായിട്ടുള്ള പത്മകുമാർ രഹസ്യങ്ങൾ പൊട്ടിച്ച് എഴുതാൻ പോകുന്നത്. എന്തൊക്കെയാകും പത്മകുമാർ തുറന്നു വിടുക എന്ന് നമുക്കറിയില്ല. എന്തായാലും അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരള സമൂഹവും ഇവിടുത്തെ ലക്ഷോപലക്ഷം അയ്യപ്പ വിശ്വാസികളും. സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ കഥ പത്മകുമാറിൻ്റെ പുസ്തകത്തിലൂടെ പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും.